ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിവേസ്, ഇന്നത്തെ പോർട്ട്ഫോളിയോയുടെ ഈ ഒരു വീഡിയോ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ സൂപ്പർബായിട്ടുള്ള കുറേ ഇൻസ്പിറേഷൻസ് കിട്ടുക എന്നുള്ളതാണ്. ഇൻസ്പിറേഷൻസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള കുറച്ച് വെബ്സൈറ്റുകൾ എന്ന് മാത്രമല്ല അർത്ഥം. എങ്ങനെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസുകൾ നമുക്ക് എങ്ങനെ അബ്സർവ് ചെയ്യാം, എങ്ങനെ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇന്റർനാഷണലിലുള്ള കുറേ ഡിസൈനേഴ്സുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അങ്ങനെ നല്ല ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു പോർട്ട്ഫോളിയോ ഉള്ളവർക്കും അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് നമുക്ക് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സൂപ്പർ ഇൻസ്പിറേഷൻസുകളും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ നിലയിൽ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഏതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സും നോക്കുന്ന ഒരു വെബ്സൈറ്റാണ് awards.com എന്ന് പറയുന്നത്. അവാർഡ്സിൽ വന്നിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ awards.com/websites/portfolio എന്ന് പറയുന്ന ഒരു URL പോയി കഴിഞ്ഞാൽ ലോകത്തിലെ നല്ല ടോപ്പ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന്റെ പോർട്ട്ഫോളിയോകളുടെ നല്ലൊരു ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഇതെല്ലാം തന്നെ ഹൈലി പ്രൊഫഷണൽ ആണ്. പോരെങ്കിൽ നമ്മളെ പോലുള്ള എല്ലാ ഡിസൈനേഴ്സും, അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാ ഡിസൈനേഴ്സും ചെയ്തു വരുന്ന ഒരു മെത്തേഡുമാണ് ഇത്. അവാർഡ്സിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി സെർച്ച് ചെയ്യുക, അതിൽ നിന്നും നല്ലൊരു വെബ്സൈറ്റ് എടുക്കുക, നമ്മൾ അതിനെ പോലെ ഒന്നുകിൽ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ശൈലിയിലേക്ക് അത് മാറ്റിയെടുക്കുക. ഓക്കെ, അത് ഒരു ഫസ്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു കോമൺ മെത്തേഡാണ്. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് സാധാരണഗതിയിലുള്ള ആ ഒരു മെത്തേഡിനെ അപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്റർനാഷണലി ലോകത്തിലെ ഏറ്റവും നല്ല മികച്ച കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന, അതും ഇന്ത്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ നല്ല പുതിയ ഡിസൈനേഴ്സിന്റെ സ്വന്തം പോർട്ട്ഫോളിയോകൾ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം എന്നുള്ള ഒരു വ്യത്യസ്തമായ നല്ലൊരു വെറൈറ്റി വെബ്സൈറ്റാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആ ഒരു വെബ്സൈറ്റാണ് cofolios.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോകത്തിലെ ടോപ്പ് കമ്പനീസുകൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം. ഫേസ്ബുക്ക്, ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങി ലോകത്തിലെ ടോപ്പ് ആയിട്ടുള്ള കമ്പനികളുടെ കുറേ ലോഗോസുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിലെ, അതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലെ ഇന്റേൺസുകളുടെ കുറേ ലിസ്റ്റ് നമുക്ക് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനേഴ്സിന്റെ ഒരു ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ലിസ്റ്റിൽ അവരുടെ സ്വന്തം പോർട്ട്ഫോളിയോയുടെ ഡൊമൈൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓരോരുത്തരുടെയും വെബ്സൈറ്റുകളുടെ ഡൊമൈൻ അവരുടെ ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിസൈനർ, ഇതൊരു ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് മാത്രമല്ല ഇന്ത്യൻ ആയിട്ടുള്ള ഡിസൈനേഴ്സുമാണ്. അപ്പോൾ ഇതുപോലുള്ള ടോപ്പ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസ് ആയിട്ടുള്ള ഡിസൈൻസുകൾ അവരെങ്ങനെയാണ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിരിക്കുന്നത്, അവരെന്തൊക്കെയാണ് അവരുടെ പോർട്ട്ഫോളിയോകളിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരവരുടെ ഡിസൈൻ മെത്തേഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കണം. മനസ്സിലാക്കേണ്ടത് വളരെ അഭിവാജ്യമായ ഒരു ഘടകമാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഡിസൈനേഴ്സിന്റെ പോർട്ട്ഫോളിയോയുടെ ബേസിലാണ് ഇതുപോലുള്ള വലിയ വലിയ കമ്പനികൾ അവരെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഇന്റർനാഷണൽ കമ്പനി ഈ ഒരു ഡിസൈനറെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും സംതിങ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അവരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറൻ്റ് ആയിരിക്കും, ആണല്ലോ, നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈനേഴ്സിന്റെ പോർട്ട്ഫോളിയോസിൽ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഷോ ചെയ്തിരിക്കുന്ന മെത്തേഡ്, അവരെ കുറിച്ചുള്ള പ്രൊഫൈൽ ഷോ ചെയ്തിരിക്കുന്ന മെത്തേഡ്, അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്സുകൾ, ഇതെല്ലാം നമുക്ക് വളരെ ഈ സൂപ്പർവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ട്രിക്കുകളാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കൊണ്ടുള്ള നിങ്ങളുടെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ടോപ്പ് ആയിട്ടുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സിൻ്റെയാണ്. അപ്പോൾ എല്ലാ കമ്പനികളുണ്ട്, ആപ്പിൾ, ഗൂഗിൾ, ഇതുപോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനികൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പോർട്ട്ഫോളിയോ ഉള്ളവരും അഥവാ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പോകുന്നവരും, അത് UI ഡിസൈനിങ് ആയാലും ഗ്രാഫിക് ഡിസൈനിങ് ആയാലും ഒക്കെ തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു പോർട്ട്ഫോളിയോയുടെ ഈ ഒരു കളക്ഷൻ വെബ്സൈറ്റ് നിർബന്ധമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഇത് പല ഡിസൈനേഴ്സും, എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു വെബ്സൈറ്റ് തന്നെ പലരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇതൊരു റെയർ കളക്ഷനിൽ പെടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിസൈനേഴ്സ് ആയിട്ട് ആൾക്കാർ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ ഈ സൈറ്റ് കയറി എക്സ്പ്ലോർ ചെയ്ത് ഓരോ വ്യക്തികളുടെയും പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾ മനസ്സിലാക്കി അവരുടെ പ്രൊഫൈൽ നല്ലതുപോലെ മനസ്സിലാക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്കും ഈ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതും ഇതുപോലെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോകളുടെ, അത് ഡിസൈനേഴ്സിന്റെയും ഡെവലപ്പേഴ്സിന്റെയും ഒക്കെ പോർട്ട്ഫോളിയോകൾ മാത്രം അടങ്ങിയ ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സിന്റെയും ഡെവലപ്പേഴ്സിന്റെയും ഒക്കെ പോർട്ട്ഫോളിയോസ് കാണാം. ഇതിൽ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ടോപ്പ് ആയിട്ടുള്ള കുറേ ഡിസൈനേഴ്സിന്റെ പോർട്ട്ഫോളിയോ റെഫർ ചെയ്യാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന നല്ലൊരു പോർട്ടലാണ് creativeportfolios.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ 3 മെത്തേഡുകളും അല്ലെങ്കിൽ ഈ 3 വെബ്സൈറ്റുകളും എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോകളുടെ ഇൻസ്പിറേഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന, പോർട്ട്ഫോളിയോ ഡിസൈൻസുകൾ കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെബ്സൈറ്റുകളായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് dank.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകളുടെ നല്ല സൂപ്പർബായിട്ടുള്ള കുറേ നീണ്ട കളക്ഷൻ തന്നെയുണ്ട്. ഇതിലെ എല്ലാ ഡിസൈൻസുകളും ഞാൻ നോക്കിയിടത്തോളം വളരെ പ്രൊഫഷണൽ ആണ്. പോർട്ട്ഫോളിയോകൾക്ക് വേണ്ടി മാച്ച് ചെയ്യുന്ന വളരെ വളരെ സൂപ്പർബായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ ടെംപ്ലേറ്റ്സുകളുടെ നല്ല എക്സാമ്പിൾസുകളും ഇൻസ്പിറേഷൻസുകളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് കോഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഡങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രൈസിങ് എത്രയാണെന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ടെംപ്ലേറ്റ്, പോർട്ട്ഫോളിയോ റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് പെട്ടെന്ന് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ആണ് dank.com എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് fabric.io എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതും വളരെ ഈസി ആയിട്ട് പോർട്ട്ഫോളിയോ ലെവലിൽ നിങ്ങൾക്ക് ഫിലിം മേക്കേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ഡിസൈനേഴ്സ്, ആർട്ടിസ്റ്റ് തുടങ്ങി എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും വളരെ പെട്ടെന്ന് വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് പോർട്ട്ഫോളിയോകൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് fabric.io എന്ന് പറയുന്നതും. ഇതും നിങ്ങൾക്ക് വന്ന് ലോഗിൻ ചെയ്ത് ഇതിന്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് മാച്ച് ആകുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പോർട്ട്ഫോളിയോ കുറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് നോളജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ thatbook.com/portfolio എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു കാര്യം, നമുക്കറിയാം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല. ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസുകൾ വാരിയിട്ട് ചുമ്മാ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് മീനിങ് ഉണ്ട്, ഒരുപാട് അതിൻ്റെ ബാക്കിൽ കുറേ റിസർച്ചിങ്ങുകളുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടങ്ങുന്ന നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പേജാണിത്. ഇതൊരു ബുക്കാണ്. ദാറ്റ് പോർട്ട്ഫോളിയോ ബുക്ക് എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ആ ബുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു പോർട്ടലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെറ്റ് 2 free chapters now by joining that book's newsletter എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ 2 ചാപ്റ്റേഴ്സുകൾ അവർ ഫ്രീ ആയിട്ട് മെയിൽ ചെയ്ത് തരും. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൻഫർമേഷൻസ് അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെ അതിൽ നിന്നും വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ബുക്ക് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെ തന്നെ പോർട്ട്ഫോളിയോയെ ബന്ധപ്പെട്ടുള്ള നല്ല വെബ്സൈറ്റുകളാണ്. ഈ വെബ്സൈറ്റുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ വെബ്സൈറ്റുകളും 1 by 1 ആയിട്ട് ഇപ്പോൾ തന്നെ എടുത്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.